ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. CPM നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി CBI കോടതി പ്രഖ്യാപിക്കും. 24 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി. വിവരങ്ങളുമായി നവമി ദിനേശും KV ബൈജുവും ചേരുന്നു. നവമി, രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് ഇന്ന് പ്രത്യേക CBI കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്ത് ശിക്ഷാവിധിയാണ് ഈ 14 പേർക്ക് കോടതിയിൽ നിന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, രാവിലെ 11 മണിക്കാണ് കലൂർ CBI കോടതിയിൽ നിന്നും ശിക്ഷ വിധിക്കുക. ഇതിൽ നമുക്കറിയാം ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടവരെല്ലാവരും തന്നെ CPMന്റെ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും CPM അനുഭാവികളും ഒക്കെ ആണ്. CPMനെയും സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു കേസ് കൂടിയാണ് പെരിയയിലെ ഇരട്ടക്കൊലപാതകം. ഇതിൽ ഒന്നാം പ്രതി A. പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്ന് CBI കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 10ാം പ്രതി T. രഞ്ജിത്തും 15ാം പ്രതി വിഷ്ണു സുരയും ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ഈ കേസുകൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതും ഇതുൾപ്പെടെയും ചുമത്തിയിട്ടുണ്ട്. എന്നാലും ഇവർക്കും ജീവപര്യന്തം മുതൽ വധശിക്ഷ മുതൽ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളത്. ഒപ്പം മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ ഇത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. എന്തായാലും ഏറെ നിർണായകമായ ഈ ഒരു ദിവസത്തിൽ എന്തായിരിക്കും കോടതി ഇവർക്ക് നൽകുന്ന ശിക്ഷ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളവും ഒപ്പം ഈ കുടുംബവും. നേരത്തെ കൃപേഷിന്റെ അച്ഛൻ പ്രതികരിച്ചിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്നത്തെ ദിവസത്തെ നോക്കിക്കാണുന്നത്. ഈ കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തക്കതായിട്ടുള്ള ശിക്ഷ, വധശിക്ഷ തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് കുടുംബം. അപ്പോഴും നേരത്തെ കുറ്റവിമുക്തരാക്കിയ 10 പ്രതികളുടെ കാര്യത്തിൽ അത് അപ്പീൽ പോകുമോ എന്നതിൽ കൂടി പാർട്ടിയും ഒപ്പം പ്രോസിക്യൂഷനും ഒക്കെ കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത്. ഇന്നത്തെ ശിക്ഷ എന്തായിരിക്കും, അതനുസരിച്ചായിരിക്കും അവരുടെ തുടർ നടപടി എന്നുകൂടി കുടുംബം പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം നമുക്കറിയാം ഇതിലെ പ്രതികളെ വെറുതെ വിട്ടതിൽ തന്നെ വലിയ ഒരു പ്രതിഷേധവും നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ ഇതിന്റെ വിധി കൂടി ഏറെ പ്രസക്തമാകുന്നതും. ശ്രീജ, നവമി, കൃപേഷിന്റെ അച്ഛൻ നമ്മളോട് പറഞ്ഞതുപോലെ 6 വർഷമായി അവർ പൊരുതിയിരുന്നത് ഇന്നാട്ടിലെ പോലീസ് സംവിധാനത്തോടും സർക്കാർ സംവിധാനങ്ങളോടുമാണ്. അതിനൊടുവിൽ കിട്ടുന്ന ഒരു വിധി അത് നീതിയുള്ളതായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ ശിക്ഷാവിധി ദിവസത്തിലേക്ക് വരുമ്പോഴും ആ ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടോ? അതായത് ഏറ്റവും അർഹിക്കുന്ന ഒരു വിധി തന്നെ കോടതിയിൽ നിന്ന് വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ശ്രീജ, കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പ്രതികരിച്ചത് ഇവരുടെ ഈ ഒരു നിയമ പോരാട്ടം, ഇത്രയും വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടം, അത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള ഒരു നിയമ പോരാട്ടമായിരുന്നു. അതിൽ തങ്ങൾ വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ആ കുടുംബം നിൽക്കുന്നത്. ഇതിൽ CBI അന്വേഷണത്തിനെതിരെ സർക്കാർ വരെ സുപ്രീം കോടതിയിൽ കോടികൾ മുടക്കി അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ പോലും സുപ്രീം കോടതിയിൽ നിന്നും ഈ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് വന്നത് അത് ഒരു വലിയ ഒരു സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടും കൂടിയായിരുന്നു ഈ കേസിന്റെ പിന്നീടുള്ള നടപടികളിലെ ഒക്കെ ഈ കുടുംബവും കണ്ടത്. ഈ വിധി 24 പ്രതികളായിരുന്നു CBI കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ 10 പേരെ കുറ്റവിമുക്തരാക്കി 14 പേരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇത് 10 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കും കുടുംബത്തിന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ശിക്ഷ അത് ഏത് വിധത്തിലാകുമെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ അപ്പീൽ പോകുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക. ഇതിൽ എന്തായാലും നല്ല ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കുടുംബം പ്രതികരിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, നമുക്കറിയാം ഈ ശിക്ഷ വിധി ശരിവെച്ചതിന് ശേഷം ഈ പ്രതികളോട് കോടതി ചോദിച്ചിരുന്നു അവരോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പ്രധാനമായും പറഞ്ഞത് തങ്ങളുടെ കുടുംബത്തിന്റെ പ്രാരാബ്ദമുണ്ട്, അല്ലെങ്കിൽ പഠിക്കണം, പട്ടാളക്കാരനാകണം എന്നൊക്കെ പല രീതിയിലുമൊക്കെ പ്രതികൾ നടത്തിയിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ കുടുംബങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നവും എല്ലാമാണ് ഇവരെല്ലാവരും കൂടി തകർത്തത്. അതുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൃത്യമായിട്ടുള്ള ശിക്ഷ, സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കേരളവും ഒപ്പം ഈ കുടുംബവും. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാൻ പോകുന്നത് കൊച്ചിയിൽ നിന്നാണ്. നവമി, അല്പസമയത്തിനകം തന്നെ, ഇനി അധികം സമയമില്ല, 2 മണിക്കൂറിൽ താഴെ മാത്രം സമയമേ ഉള്ളൂ കേരളം ഉറ്റുനോക്കുന്ന ആ വിധിയിലേക്ക്. കെ വി ബൈജു കൂടി ചേരുന്നുണ്ട്. ബൈജു, നാട്ടിലെ ഏറ്റവും ജനപ്രിയരായ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാരെ ഒറ്റ രാത്രി വെട്ടിക്കൊന്ന ഒരു സംഭവം ആ നാടിനെ മുഴുവൻ നടുക്കിയതാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ വിധി വരുമ്പോൾ ഒരു സൈഡിൽ നിൽക്കുന്നതെല്ലാം പാർട്ടി പ്രവർത്തകരാണ്, CPM-ഉമായി ബന്ധപ്പെട്ടവരും നേതാക്കളുമാണ്. എങ്ങനെയാണ് പെരിയ ഈ ഒരു വിധി ദിവസത്തെ നോക്കുന്നത്? അതെ ശ്രീജ, ഈ കാര്യത്തിൽ പാർട്ടി വലിയ തോതിൽ നേരത്തെയും പ്രതിസന്ധിയിലായി, ഇപ്പോഴും ഈ വിധി വരാനിരിക്കെയും കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ് പാർട്ടിയുള്ളത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം KV കുഞ്ഞിരാമൻ, മുൻ MLA, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ പ്രതി ആണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് ശിക്ഷ നൽകുമെന്നതാണ്. ഒരുപക്ഷെ K മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ഈ പ്രതികളായി ഇപ്പോൾ കണ്ടെത്തിയ കോടതി, CBI കോടതി കണ്ടെത്തിയവരൊക്കെ. ഇവർക്ക് അത് നിർണായകവുമാണ്. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ സ്ഥാനം ഒഴിയേണ്ടി വരും. അത്തരത്തിൽ നിരവധി പ്രതിസന്ധി CPM-നെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ടാണ്. എനിക്ക് തൊട്ടരികിലാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സ്മൃതി മണ്ഡപം ഉള്ളത്. ഇവിടെ കനത്ത പോലീസ് വലയത്തിലാണ് ഈ കല്യോട്ട്, അതുപോലെ തന്നെ പെരിയ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രതയിലാണ്. കണ്ണൂരിൽ നിന്നുൾപ്പെടെ കൂടുതൽ സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി, ഈ വിധി വരുന്നതോടുകൂടി ഇവിടെ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ നിരവധി നേതാക്കളാണ് ഇവിടെ എത്തുകയും ചെയ്യുന്നത്. ഏതായാലും സത്യനാരായണൻ, ശരത്ലാലിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്, ഒപ്പം കൃപേഷിന്റെ അമ്മ ബാലാമണിയും ഇവർ ഇവിടെ ഉണ്ട്. സ്മൃതി മണ്ഡപത്തിൽ അല്പസമയത്തിനകം എത്തും. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP എത്തുന്നുണ്ട്, ഡീൻ കുര്യാക്കോസ് MP എത്തുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ കല്ലോട്ടേക്ക് അല്പസമയത്തിനകം ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ എത്തും. എന്തായാലും ആദ്യ പ്രതികരണം ഉണ്ടാകും. അല്പസമയം മുമ്പ് ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ അദ്ദേഹം പങ്കുവച്ചത് ഈ പ്രതികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് പങ്കുവച്ചത്. ഒപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ കേസിൽ 10 പേരെ കുറ്റക്കാരല്ല എന്ന് കണ്ട് വിട്ടയച്ചിട്ടുണ്ട്, അവരും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നു. അതുകൂടാതെ ഇനിയും ഉന്നത ആളുകൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പുറത്തുണ്ട്, അവരെല്ലാം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും ഒരു നിയമ പോരാട്ടത്തിലേക്ക് പെരിയ ഈ ഇരട്ട കൊലപാതക കേസ് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ല, പ്രതിഭാഗവും കഴിഞ്ഞ ദിവസം CK ശ്രീധരൻ ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ന് വിധി വന്നതിന് ശേഷം, അതിന്റെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം ഈ 14 പേരെ കുറ്റക്കാരെന്ന് കണ്ടിട്ട് 14 പേർക്ക് വേണ്ടി അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഏതായാലും ഇതിന്റെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ കല്യോട്ട് കനത്ത പോലീസ് വലയത്തിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നേരത്തെയൊക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തൊക്കെ വലിയ സംഘർഷമുണ്ടായ ഒരു പ്രദേശമാണ്. ആ 2019 ഫെബ്രുവരി 17 എന്ന് പറയുന്ന ആ ദിവസം വൈകിട്ട് 7:45 രാത്രിയോടുകൂടി ഈ കൊലപാതകത്തെ വിവരം പുറത്തു വന്നതോടുകൂടി നിരവധി ആളുകൾ ഈ പ്രദേശത്തെത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ, CPM-ന്റെ കടകളൊക്കെ അടിച്ച് തകർക്കുകയും ഒപ്പം വീടുകൾക്ക് കയറി അക്രമം, അത്തരത്തിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായ ഒരു പ്രദേശമാണ്. അത് മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു സംഘർഷം തന്നെയായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കാൻ നേരത്തെ സമാധാന യോഗങ്ങളൊക്കെ വിളിച്ചിരുന്നു. സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ജില്ലാ ഭരണകൂടവും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകടനങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് പെരിയ കല്ലോട്ട് പ്രദേശമുള്ളത്. ഒപ്പം ഈ പ്രതികൾക്ക് 14 പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പേർക്കെതിരെ കനത്ത ശിക്ഷ, അത് നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വധശിക്ഷ ഉൾപ്പെടെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് കുടുംബവും ഉള്ളത്. അത് ഏതായാലും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആ വിധിക്കായുള്ളത്. 6 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അന്തിമ വിധി, CBIയുടെ അന്തിമ വിധി വരുന്നു. അതിനി ഏത് തരത്തിലായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമോ അതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായക ദിനം എന്ന് പറയേണ്ടി വരും. ആ ഒരു വിധിക്കായി വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബവും ഒപ്പം കല്ലോട്ടെ ഈ ശരത്ലാലിനെയും അതുപോലെ തന്നെ കൃപേഷിനെയും സ്നേഹിക്കുന്നവരൊക്കെ.
ശരി ബൈജു, ഇനി 2 മണിക്കൂർ സമയമില്ല. രാഷ്ട്രീയ കേരളം, ബൈജു പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഈ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക്. 6 വർഷത്തെ നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വികാരപരമായ ഒരു ദിവസമാണിന്ന്. അവർ ഈ ഇരട്ട കൊലപാതകത്തിന് ശേഷം ആ കുടുംബത്തെ സ്വന്തം കുടുംബമായി ഏറ്റെടുത്താണ് അവർ പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിധി അവരെ സംബന്ധിച്ചും ഏറെ വികാരപരമാണ്. കുടുംബവും ഏറെ പ്രതീക്ഷയോടെ നീതി നടപ്പാകും, നീതി പുലരുമെന്ന പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ വിധിയെ നോക്കിക്കാണുന്നത്. അതേസമയം ഇവരുടെ മാതാപിതാക്കൾ ഒക്കെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത്. ശരത് ലാലിന്റെ കുടുംബം അല്പം മുൻപ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഇപ്പോഴും പുറത്തുണ്ട്. കേസിൽ വെറുതെ വിട്ടവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നതായി ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ പറഞ്ഞു.